ഷീറ്റ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ മാക്രോ റണ്ണായി. ഏത് ഫോൾഡറിനുള്ളിലുള്ള എക്സൽസ് ആണ് മെർജ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഫയൽസ് ടു മെർജ്. ഓക്കെ, മെർജിങ് കംപ്ലീറ്റ് ആയി. മെർജ് ഫയൽ സേവ്ഡ് ആസ് മെർജ് ഫയൽ XLS ഇൻ ദ സെലക്ടഡ് ഫോൾഡർ. ഓക്കെ കൊടുക്കുന്നു. എങ്ങനെ മൾട്ടിപ്പിൾ എക്സൽ ഫയൽസ് സിംഗിൾ എക്സൽ ഫയലിൽ ഡിഫറെന്റ് ഷീറ്റ്സിലേക്ക് മെർജ് ചെയ്യാം യൂസിങ് മാക്രോ. മെർജ് ചെയ്യാനുള്ള എക്സൽ ഫയൽസ് ഈ ഒരു ഫയൽസ് ടു മെർജ് എന്ന് പറഞ്ഞ ഫോൾഡറിനുള്ളിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എക്സൽ ഫയൽസിന്റെ നെയിം വരുന്നത് ഡാറ്റ 1 1 to 10 നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ആൻഡ് ജെൻഡർ. ഡാറ്റ 2 ഉള്ളിലും ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ആൻഡ് ജെൻഡർ. അങ്ങനെ ഡാറ്റ 3 ഉള്ളിലും സെയിം സെറ്റ് ഓഫ് ഡാറ്റ 21 to 30. അപ്പൊ നമ്മളിവിടെ ഒരു മാക്രോ എന്ന് പറയുന്ന ഒരു എക്സൽ ക്രിയേറ്റ് ചെയ്തു. ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇനി ഇതില് VBA കോഡ്സ് എൻ്റർ ചെയ്യണം ആദ്യം. അതായത് മെർജ് ചെയ്യാനുള്ള VBA കോഡ്സ്. അപ്പൊ അതിന് വേണ്ടി ഡെവലപ്പർ ടാബിൽ ആദ്യം പോകണം. ഈ ഡെവലപ്പർ ടാബ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് റിബൺ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെവലപ്പർ ടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കാം. അടുത്തത് നമുക്ക് മാക്രോ കോഡ്സ് എൻ്റർ ചെയ്യണം. മാക്രോ കോഡ്സ് എൻ്റർ ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ വിഷ്വൽ ബേസിക് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇൻസേർട്ട് മൊഡ്യൂള്, ഇവിടെയാണ് മാക്രോ VBA കോഡ്സ് എൻ്റർ ചെയ്യേണ്ടത്. ഞാനിവിടെ ഓൾറെഡി ഒരു ടെക്സ്റ്റ് ഫയലിൽ VBA കോഡ്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ടെക്സ്റ്റ് ഫയലിന്റെ OneDrive ലിങ്ക് കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഡ് Ctrl+A Ctrl+C കോപ്പി ചെയ്യാം. തിരിച്ച് മാക്രോ VBA വിൻഡോയിൽ വന്നു. Ctrl+V പേസ്റ്റ് ചെയ്യാം. ഇവിടെ എന്ത് പേര് കൊടുക്കുന്നോ അതായിരിക്കും മാക്രോന്റെ പേര് വരാം. അപ്പൊ നമുക്ക് ഇൻടു ഷീറ്റ്സ്. അപ്പൊ നമുക്ക് ഇവിടെ Ctrl+S ടു കണ്ടിന്യൂ സേവിങ് ആസ് മാക്രോ ഫ്രീ വർക്ക് ബുക്ക്. മാക്രോ ഫ്രീ ആക്കി, മാക്രോ ഇല്ലാതെ സേവ് ചെയ്യാനാണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ. അപ്പൊ നമുക്ക് മാക്രോ വർക്ക് ബുക്ക് ആക്കിയാണ് സേവ് ചെയ്യേണ്ടത്. അപ്പൊ നോ. അത് സേവ് ചെയ്യാൻ ചോദിക്കുന്നു. നമുക്ക് മറ്റേ പഴയ ഒരു എക്സൽ മാക്രോ എന്ന് ക്രിയേറ്റ് ചെയ്ത എക്സൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അത് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് മാക്രോ ഇനേബിൾഡ് വർക്ക് ബുക്ക്, പഴയ ആ മാക്രോ എന്ന് പറയുന്ന ആ ഒരു എക്സൽ റീപ്ലേസ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. യെസ്. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് മാക്രോ ആക്കി ചെയ്ത ഫയല്. അത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ചോദിക്കുന്നുണ്ട് മാക്രോസ് ഹാവ് ബീൻ ഡിസേബിൾഡ്, ഇനേബിൾ കണ്ടന്റ്. മാക്രോസ് നമ്മൾ ഇവിടെ ഇനേബിൾ ചെയ്യുന്നു. ഓക്കെ, ദെൻ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ സേവ് ചെയ്ത മാക്രോ ആയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ മാക്രോസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മൾ നേരത്തെ സേവ് ചെയ്ത ആ ഒരു മാക്രോ കോഡ് ഇവിടെ ഉണ്ട്. മെർജ് എക്സൽ ഫയൽസ് ഇൻടു ഡിഫറെന്റ് ഷീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്രോ റൺ ചെയ്യാനായിട്ട് റൺ കൊടുക്കുന്നു. റൺ കൊടുക്കുമ്പോൾ ആ കോഡ് വർക്കായി. അപ്പൊ ഇനി മെർജ് ചെയ്യാനുള്ള ആ ഒരു ഫോൾഡർ എവിടെയാണോ കിടക്കുന്നത് അതിന്റെ പാത്ത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ ആ എക്സൽ ഫയൽസ് മെർജ് ആവും. അത് ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഡെസ്ക്ടോപ്പിൽ ഫയൽസ് ടു മെർജ്. ഓക്കെ, മെർജിങ് കംപ്ലീറ്റ് ആയി. മെർജ് ഫയൽ സേവ്ഡ് ആസ് മെർജ് ഫയൽ XLS ഇൻ ദ സെലക്ടഡ് ഫോൾഡർ. ഓക്കെ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഫോൾഡറാണ് ഞാൻ മെർജ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നത്. ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3 ഈ മൂന്ന് എക്സൽ ഫയലാണ് മെർജ് ചെയ്തത്. ഇപ്പൊ ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3 ഈ ഒരു പേര് തന്നെ ഈ മെർജ്ഡ് ഫയലിന്റെ ഷീറ്റ് നെയിം ആയിട്ട് വരും. ഓക്കെ, ഡാറ്റ 1, ഡാറ്റ 2, ഡാറ്റ 3. ഈ ഒരു ഷീറ്റ് 1 എന്ന് പറഞ്ഞത് ഡീഫോൾട്ട് ആയിട്ട് വരും. അത് നമുക്ക് ആവശ്യമില്ല, അത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ എത്ര മൾട്ടിപ്പിൾ എക്സൽ ഫയൽസ് വേണമെങ്കിലും നമുക്ക് ഡിഫറെന്റ് ഷീറ്റ്സ് ആക്കി ആ ഓരോ എക്സലിന്റെ പേരും ഓരോ ഷീറ്റിനും കൊടുത്ത് ഈ കോഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബട്ടൺ ത്രൂ നമുക്ക് മാക്രോ റൺ ചെയ്യാൻ വേണ്ടി ഡെവലപ്പറിൽ ഇൻസേർട്ടിൽ പോവാ, ഫോം കൺട്രോൾസിൽ ബട്ടൺ സെലക്ട് ചെയ്യാം. ബട്ടൺ എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ആ മാക്രോ ഇതിലേക്ക് മെർജ് ചെയ്യുക. ബട്ടൺ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ ആ മാക്രോന്റെ ആ ഒരു വിൻഡോ ഓപ്പൺ ആവും. ആ മാക്രോ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. റീനെയിം മെർജ് ഡിഫറെന്റ് ഷീറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ മാക്രോ റണ്ണായി. ഏത് ഫോൾഡറിനുള്ളിലുള്ള എക്സൽസ് ആണ് മെർജ് ചെയ്യേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ടെക്സ്റ്റ് ഫയലിന്റെ OneDrive ലിങ്ക് ഞാൻ കമന്റ്സിലും ഡിസ്ക്രിപ്ഷനിലും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.